പാർവതിയുടെ അച്ഛനുമായിട്ട് വളരെ നല്ല ബന്ധവും അവരുടെ കടയിൽ പോയിരിക്കുകയും എൻ്റെ അച്ഛൻ പല സഹായങ്ങളും ഈ കുടിയെന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു സൈക്കിൾ കൊണ്ട് നടന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ പലതും മനസ്സിലായോ. അപ്പം അവരോടൊക്കെ എൻ്റെ അച്ഛൻ വളരെ വലിയ കാര്യമായിരുന്നു. സുഖമായി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു. എൻ്റെ അമ്മയ്ക്കെതിരെ വിമോചിപ്പിക്കുക, വളരെ മോശമായിട്ട് ഇതാക്കുക. ഇതൊക്കെ ഇവന്മാരുടെ തൊഴിലാണ്. ഇവരെന്ത് കുടുംബമാണ്, ഇവരുമായിട്ട് ഞങ്ങൾക്ക് കുടുംബമായി തോന്നിയില്ല. കുടുംബമായിരുന്നു എന്തെന്നും കുടുംബമായിട്ട് കുടുംബമൊക്കെ പിരിഞ്ഞിട്ട് നാടുകളായി. 1983 കുടുംബമൊക്കെ പിരിഞ്ഞതാണ്. മനസ്സിലായില്ലേ. അതിന് മുമ്പേ തൊട്ടേ എൻ്റെ അച്ഛനെ കടാലയിൽ നിൽക്കാൻ ഇടാൻ പറ്റാനും മുളക്കയുമായിട്ട് നടന്നമാരെ ഇവന്മാര് ഇതെന്തോ കുടുംബമാണെന്ന് പറയുന്നത്. കുടുംബമൊക്കെ എന്നെ മാറിക്കഴിഞ്ഞു. ഇത് പലവരെ കുടുംബങ്ങളായിട്ട് പലതായിട്ട് ജീവിക്കുന്നത്. ഇതൊരു കുടുംബമൊന്നും അല്ല. അവനവന്റെ തീരുമാനം എല്ലാവരും ജീവിക്കാൻ നോക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എവിടെ ഈ 3 സ്ഥലത്ത് എവിടെ നോക്കിയാൽ ഏതൊക്കെ വീടുകളിൽ എടുത്ത് നോക്കിയാൽ അവനവന്റെ സ്ഥിതി അവനവന്റെ ഗ്രാഫിൽ മാനം ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കിയാലിരിക്കുക. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കെതിരെ എന്നോട് സപ്പോർട്ട് വിളിക്കുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ ഇപ്പം അനീഷ് എന്ന് പറയുന്ന ഇപ്പം വരുന്ന വളരെ ഇതായിട്ട് എനിക്ക് അതോട് പഴയത്തിന് പോകും. നമ്മൾ ഇന്നുവരെ പഴയത്തിന് പോയിട്ടില്ല. നമ്മളെ പേപ്പർ അടിക്കുന്നു, നമ്മളെ എല്ലാം നന്നായിട്ടുള്ള തെളിവുകളുണ്ട്. നമ്മളെ പല രീതിയിൽ ഉപയോഗിച്ച് എന്നെ പല രീതിയിൽ അപായപ്പെടുത്തി എന്റെ സ്വത്തും അവരിൽ തട്ടിയെടുക്കാൻ നോക്കുന്നു. അതുപോലെ സുബ്രഹ്മണ്യൻ നിരന്തരം അസഭ്യം പറയുകയും ചീത്ത പറയുകയും ഭയങ്കര ശല്യമാണ്. മാസ്കൊക്കെ വെച്ച് പല രീതിയിലുള്ള ആൾമാറാട്ടം നടത്തുക അവരെ ഈ കുട്ടിന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടിന്ന് പറയുന്നതാണ് എന്തൊക്കെയോ മാനസികതയെ കുറിച്ചൊക്കെ ഇന്നവൾ സംസാരിക്കുന്നത്. അവൾ ഭയങ്കര കളിയാണ് ഈ കുട്ടി പറയുന്നത്. നമ്പർ 1 ഫ്രോഡാണ് അവൾ. അവളുടെ മകനെ വരെ ഫ്രോഡ് ഇതാക്കിയിരിക്കുന്നത് ചെയ്യിക്കാനാണ്. ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ SNDP ചർച്ചകൾ നടക്കും. ചില ആൾക്കാർക്ക് പുറമെ എല്ലാവരുടെ നേച്ചർ അറിയത്തുള്ളൂ. അകമേ എന്താണെന്നുള്ളത് ഇവർക്ക് കുറെ കേൾക്കാൻ പറ്റും. ഈ സോമരാജൻ എന്ന് പറയുന്നവരും കുറെ ആൾമാർക്ക്. അപ്പം ഇവന്മാർ കുറെ എന്താ പറയുന്നത് കുറെ അഹങ്കാരങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കുക, മറ്റുള്ളവരെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ആരോട് നന്നായിട്ട് കഴിക്കുന്നു എന്നത് കണ്ടുപിടിച്ച് അവരെ കൊണ്ട് നമ്മൾ എതിരെയാക്കുക. ഇങ്ങനെ പല പല രീതികളാണ് ഇവന്മാർ. മനസ്സിലായി. നമ്മൾ മാനവയ്ക്കും ഇപ്പം അനീഷ് പറയുന്ന ചേച്ചിയോട് കഴിക്കുന്ന പോലെ ഇതാണ് ഒരാളോട് പറയേണ്ടതായിരുന്നു. എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിച്ചില്ല, മര്യാദയ്ക്ക് പറയില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കാര്യം കേൾക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ നട്ടലുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിയുണ്ട്. എന്താണ് ശരിയെന്ന് എന്താണ് തെറ്റെന്ന് കണ്ടുപിടിച്ച് കാണാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ വിവേകബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനിച്ചാൽ ആരാണ് ശരി ആരാണ് തെറ്റുന്നത്. പലതും നമ്മൾ കാണിക്കൊണ്ടിട്ടുണ്ട്. സെക്രട്ടറി കൂടുതലാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പല ദിവസവും ഇവർ പ്രധാനമന്ത്രി സോമരാജന്റെ വീട്ടിൽ പോയി എന്നെ കുറിച്ച് കളറുണ്ടാക്കാനായിട്ട് അവരോട് പല ദിവസം പോയിരിക്കും. അതെന്നോട് വളരെ എതിർപ്പാണ്. അപ്പൊ പല കാര്യങ്ങൾക്കും ഇതൊക്കെ ഉണ്ട്. ഈ സെക്രട്ടറിയും പ്രസിഡന്റും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശിവന്മാരെയും അതുപോലെ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെയും അതുപോലെ ഈ വേണ്ടാത്ത ലേഖനം നടത്തിയതിനെയും നിർത്താൻ വേണ്ടി ഇതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മളുടെ എതിരെ ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് ശിവന്മാര് അവരുടെ സൈഡ് പിടിച്ച് പലതും ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ ശിവന്മാർക്ക് ഇപ്പം ഈ പാർവതി എന്ന് പറയുന്ന എന്ന് പറയുന്നത് എമ്മത്തിക്കാരിയാണ്. അതിന് എമ്മത്തിക്കാരിയെ ഇവർക്ക് യാതൊരു എന്താ കാര്യമില്ല. ഇങ്ങനെയുള്ള ക്രിമിനൽസിന്റെ കൂടെ കൂടേണ്ട യാതൊരു വിധ കാര്യങ്ങളുമില്ല. കാരണം ഓൺലൈനിലോ അങ്ങനെയൊക്കെ വീട്ടിൽ നിന്നാൽ തന്നെ 10 ലക്ഷത്തോളം സാലറി വാങ്ങിക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ഇപ്പൊ പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞു. നമ്മള്
എന്തുവേ പാർവതി സോമനാഥിന് കണക്കിന് കൊടുക്കും. ഞാൻ ഏതാണ്ട് ഇടയ്ക്കെത്തിട്ടപ്പോ ഇവരാണെന്ന് തുമ്പി എന്ന് പറയുന്നവള് അവളാണ് ഈ മെസ്സേജ് ഒക്കെ അയച്ചു കൊടുത്തേന്നോ ആർക്കാണ്ടെല്ലാം ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതാ പറഞ്ഞ എന്റെ യൂട്യൂബും ഞാൻ പറഞ്ഞിട്ടില്ലയോ എന്റെ യൂട്യൂബിനകത്ത് എന്ത് പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞോണ്ട് ഇരിക്കുന്ന കാര്യം ഇവമാരെന്തതാ പറ്റി പറയുന്നത് നിങ്ങളെ തുമ്പിക്കെന്തോ കാര്യമാണ് ഇതാ നിങ്ങളെ ഉമ്പിപ്പോൾ ഗൾഫിലോട്ടുള്ളൊക്കെ അയച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തുവാ നിങ്ങളെ അറിയോ അതെല്ലാം അയച്ചോ ആരാണ്ടെല്ലാം ഇതാക്കുന്നതാണ് തുമ്പി എന്ന് പറയുന്നവള് അവളും സുബ്രഹ്മണ്യന്റെ മോളിൽ കൂടാണ്. ഇവിടുമാര് രണ്ടും പണ്ടേ ഇവിടുമാർക്ക് രണ്ടും വലിയ പിടികളിയാണ്. ഇവിടുമാർക്ക് രണ്ടും ഏറ്റവും വലിയ പിടികളി പണി മുഴുവൻ. ഇവളും തുമ്പി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെ മോക്കും ആ പണി മുഴുവൻ കളിരോഗം. സുബ്രഹ്മണ്യന്റെ തുമ്പി അതല്ലയോ കുത്തി 10 കുത്തി ഇങ്ങനെ നടക്കുന്ന സുബ്രഹ്മണ്യന്റെ മോള് 10 കുത്തി 10 തോറ്റ് തോപ്പിയിട്ടവള്. എന്നോട് പറഞ്ഞില്ല ഇവിടെ ഞാൻ കേൾക്കുമായിരുന്നത് എന്തോ പറയുന്നേനോട് സോമരാജിനോട് ഇങ്ങനെ സോമരാജ് ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ ഇരിക്കുവാ എന്റെ യൂട്യൂബ് ഞാൻ വിളിക്കോ ഞാൻ മാവേലിക്കോ കായകത്ത് പോയി അമ്മയുടെ ഇതിന് വേണ്ടി ഇത് വായിക്കാൻ വേണ്ടി അമ്മയുടെ ഇത് മൈനേന്ന് പറഞ്ഞില്ലയോ വേണ്ടത്. അപ്പൊ നമ്മള് കുംഭഭരണിയാണോ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് കുംഭഭരണി ആഘോഷിച്ചിരിക്കുവാണോ. അപ്പൊ ഞാൻ ശരി നമ്മുടെ ഇതെന്താ ശരിക്കും പോയേക്കാൻ വേണ്ടി പോയി അവിടെ ചെല്ലുമ്പോൾ എല്ലാം അടച്ചു കിടക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ തിരിച്ച് ഞാൻ അവിടെ അതേപോലെ ഞാൻ എവിടെയോ ആരുടെ പോയോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടോ ഒരു മോളുകളോ ഇതെന്താ ഇതെന്താ അവധി എന്താണെന്ന് ചോദിച്ചു. കുംഭഭരണിയാണോ ഇത് കുംഭഭരണിയൊന്നും വേണ്ട നമുക്കറിയാമോ ഞാൻ എന്റെ മനസ്സിൽ വന്നെന്ന് പറഞ്ഞാൽ ഇത് കുംഭഭരണിയൊന്നും വേണ്ട എന്തെല്ലാം പറഞ്ഞു അമ്മയെങ്കിൽ അവിടെ പോയപ്പോഴാ ഫെബ്രുവരിയിലെന്നല്ല അമ്മ ആലോചിച്ചോണം. അപ്പൊ ഇവനെ ഞാൻ വൈകിട്ടുള്ള മണ്ണിരുത്തി ചെന്നപ്പോ അതിന്റെ കുംഭഭരണിയാണോ സോമരാജ് അതിന്റെ കുംഭഭരണിയാണോ എടാ അപ്പൊ എനിക്ക് മനസ്സിലായി കുംഭഭരണിയുടെ വരി ഇങ്ങനെ ഇതാക്കുന്നതെന്ന്. അപ്പം നമ്മളെന്തോ ഇടുന്നു ഇതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക ഇവർക്ക് എന്തൊക്കെയോ ഇതിനായിട്ടുള്ള അജണ്ടകളൊക്കെ